ഹലോ ഗൈസ്, അങ്ങനെ തറവാട്ടമ്പലത്തിലെ ചോറൂണ് കഴിഞ്ഞ് ഞങ്ങളിതാ വീണ്ടും വണ്ടിയിൽ യാത്ര തുടർന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് പെർളശ്ശേരി അമ്പലത്തിലേക്കാണ് കേട്ടോ. നാഗത്തിൻ്റെ പെർളശ്ശേരി അമ്പലമില്ലേ, കണ്ണൂരുള്ള അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് അമ്പലം. ഞാനിതാ അവിടെ ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത്, ഞാൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇതവിടെ കുളങ്ങളും കാര്യങ്ങളും നിറയെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉള്ള വലിയ കുളമാണ് കേട്ടോ. അപ്പോൾ ആ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഈ മീനിനെ കൊണ്ട് കാലിക്ലിയാക്കാൻ വേണ്ടി നിൽക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ അമ്പലത്തിൽ കയറി വഴിപാട് കൗണ്ടർ കയറി വഴിപാടൊക്കെ കഴിച്ചു. അവിടെ മെയിനായിട്ട് കോഴിമുട്ട തന്നെയാണ്. കോഴിമുട്ട നമ്മൾ അവിടെ പോയിട്ട് ഇങ്ങനെ ഒപ്പിച്ച് വെക്കണം കേട്ടോ. അതാണ് അവിടെ ഇങ്ങനെ ക്യൂ ഉണ്ടാവും. അപ്പം നമുക്ക് കോഴിമുട്ട തരും. അവിടെ പോയിട്ട് നമ്മളിങ്ങനെ ഒപ്പിച്ച് വെച്ചാൽ മതി. നമ്മൾ എത്ര കോഴിമുട്ട വേണോ അത്ര കോഴിമുട്ട. പിന്നെ അല്ലോട്ട് ഇത് എവിടെ പോയാലും കളി ആയതുകൊണ്ട് ലാസ്റ്റ് പിടിച്ചാൽ കിട്ടാത്തതുകൊണ്ട് പൊന്നൂസ് എടുത്ത് വരിക കേട്ടോ. പിന്നെ അത് ഒരു പൂജ ഉണ്ട്. ഈ പൂജ കഴിഞ്ഞാലേ ചോറ് കൊടുക്കാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ ആ പൂജയ്ക്ക് വേണ്ടി എല്ലാവരും വലം വെക്കുകയാണ്. അങ്ങനെ അത് അല്ലൂട്ടിന് മുത്തപ്പനെ കണ്ടപ്പോൾ പിന്നെ മുത്തപ്പൻ്റെ അനുഗ്രഹം കിട്ടിയേ മതിയാവുന്നതായി. അല്ലൂട്ടിന് ഭയങ്കര ഭക്തിയാണ്, പണ്ടേ ഉള്ളതാണ് കേട്ടോ. ഇപ്പം മാത്രമല്ല, അല്ലൂട്ടിന് ഭയങ്കര ഭക്തി പണ്ടേ ഉള്ളതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അനുഗ്രഹമൊക്കെ മേടിച്ച് മുത്തപ്പ ഇതാ മഞ്ഞൾപ്പൊടിയൊക്കെ കൊടുത്തിട്ട് വരാം കേട്ടോ. അതാണ് ആ മുഖത്തിലെ സന്തോഷം. അത് കഴിഞ്ഞ് അല്ലൂട്ട നേരെ ഇതാ കുളത്തിലേക്ക് ഇറങ്ങി കേട്ടോ. കുളത്തിൽ മീനിനെ കൊണ്ട് കാലിക്കിലേക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. എനിക്ക് പിന്നെ പേടിയായിട്ട് ഞാൻ വേഗം കയറി. പിന്നെ ഇതാ അപ്പൂനിയായിട്ട് കുറച്ച് ഷോയും നടത്തി. അപ്പൂനിയും കാലൊക്കെ ഇക്കിളിയാക്കിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ കുളത്തിൽ നിന്നും കയറാനുള്ള പരിപാടിയിലായി. അല്ലൂട്ടിന് കുളത്തിൽ ഇറങ്ങണം തന്നെയാണ് കേട്ടോ. അങ്ങനെ അതാ ചോറൂണ് കഴിഞ്ഞ് ചോറൂണിൻ്റെ ടൈമിൽ അല്ലൂട്ട് അത് ഭയങ്കര വാശിയാണ്, ചോറൊന്നും ഇരിക്കണില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് അമ്മൂൻ്റെ മാമൻ്റെ വീടാണ് കേട്ടോ. വീട്ടിലേക്കാണ്. അതും കണ്ണൂരിൽ തന്നെയാണ്. നമ്മളെ അമ്മൂൻ്റെ തറവാട്ടിൽ നിന്നും കുറച്ച് അടുത്ത് തന്നെയാണ് കേട്ടോ വീട്. അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങളിതാ വെള്ളമൊക്കെ കുടിച്ചു. അല്ലൂട്ടനും അപ്പൂട്ടനും അവിടെ എത്തുമ്പോഴേക്കും ഉറങ്ങിപ്പോയിണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ അധികം നേരം നിന്നില്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഞങ്ങൾക്ക് വേറെ മുത്തപ്പൻകാവിലൊക്കെ പോകാനുണ്ടായത് കൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്നത് അമ്മൂമ്മൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ. അവിടെയാണ് അമ്മൂമ്മൻ്റെ വീട്ടിലാണ് നമുക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അത് കഴിച്ചിട്ട് വേണം നമുക്ക് മുത്തപ്പൻകാവിലേക്ക് പോയി ചോറ് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ബിരിയാണി കേട്ടോ കഴിച്ചത്. ബിരിയാണി കഴിച്ച വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ ആരും. മുത്തപ്പൻകാവിൽ പോകുമ്പോൾ ബിരിയാണി ഒന്നും കഴിച്ചാൽ കുഴപ്പമില്ലാതെയാണ് നമ്മൾ നോൺ വെജ് കഴിച്ചിട്ട് പോകാം എന്നൊരു ഇതുണ്ട്. മീൻസ് വെജ് തന്നെ കഴിക്കണം, നോൺ വെജ് കഴിച്ചാൽ കുഴപ്പമില്ല എന്നുള്ളൊരു ഇതുണ്ടായതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ബിരിയാണി കഴിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.